ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രിയും രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെയും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുറത്തേക്ക് വന്നപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ചെടികളും പിന്നെ ലവ് ബേർഡ്സിനെയൊക്കെ ഒന്ന് നോക്കാണ്. കൂടൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല പുല്ല് പിടിച്ചേക്കുമായിരുന്നേ. ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലെ ജോലികൾ തുടങ്ങാം. ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്തും നല്ല മഴയാണ് കേട്ടോ. കിച്ചണിൽ നമ്മൾ മേളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് വർക്ക് ഏരിയയിൽ. അതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ മേളിൽ നിന്ന് മഴത്തുള്ളികളൊക്കെ വീഴുമ്പോൾ. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടും വൻപയർ കറിയാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിൽ വെച്ച് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മഴയാണെങ്കിൽ നമുക്ക് ഈ വർക്ക് ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം ഷീറ്റിൽ കൂടി വരും. അപ്പോൾ കാര്യമായിട്ട് മഴയില്ല, എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ടാണ് ഇവിടെ തന്നെ നിന്നങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മുളക് പൊടിയാണ് ഞാൻ സാധാരണ ചേർക്കാറ്. ഇപ്പോൾ ആ ബോക്സിൽ ചതച്ച മുളക് പൊടി തീർന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മടിയായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പയറങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നേരെ പയറങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പയറാണ് കേട്ടോ. നമ്മൾ സാധാ ഉള്ള പയറിനേക്കാളും ഇത്രയും കൂടി വലിയ പയറാണ്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അധികം ചാറില്ലാണ്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് ഒരു വിസിലടിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് പുട്ടിനുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന പുട്ട് തീർന്നിട്ടുണ്ട്. പുട്ട് ഒരു 2 പ്രാവശ്യം എടുക്കാനുള്ളതേ ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അധികം വെച്ചാലും നമുക്ക് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും ഒരു സ്മെല്ല് പോലെ തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന കേൾക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ പുട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 3 ദിവസം എടുക്കാവുന്ന പുട്ട് അത് അടുപ്പിച്ച് തന്നെ ഞാൻ എടുക്കുകയും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ അങ്ങനെ കുറേ ദിവസമൊന്നും വെക്കാറില്ല. അപ്പോൾ തേങ്ങയും പുട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇവിടെ തീർന്നു കേട്ടോ. ഏകദേശം തേങ്ങക്കൊക്കെ നല്ല വിലയായല്ലേ. വെളിച്ചെണ്ണക്കും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ പുട്ടും ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആലുവിനെ അംഗനവാടി കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കുട്ടികൾ ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറാണ് എടുത്തത്. ഇപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. 12 മണിയായിട്ടുണ്ട്. കുട്ടികൾ പോയതിന് ശേഷമാണ് കേട്ടോ ബാക്കി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മാമ്പഴ പുളിശ്ശേരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചങ്ങോട്ട് ഉഴപ്പിയിരുന്ന് വെച്ചത്. കാരണം ഇനി ഒരു കറിയും കൂടി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ കുടപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുടപ്പനും പരിപ്പും കൂടി ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. ചോറിനുള്ളത് നേരത്തെ കലത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്രമാത്രം മതി കേട്ടോ. ചെറിയ കുടപ്പനായിരുന്നു. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു മുട്ട ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത്ര മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കുഞ്ഞു പീസാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ അധികം വെജിറ്റബിൾസ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ വലിയ കട്ടിംഗ് ബോർഡാണ് കേട്ടോ എടുക്കാറ്. അല്ലാത്തപ്പോഴാണ് തീരെ ചെറുത് എടുക്കുന്നത്. അപ്പോൾ കുടപ്പനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ ഇപ്പുറത്ത് കുറച്ച് പണിയും കൂടി ചെയ്തായിരുന്നേ. കുറച്ച് മണ്ണുണ്ടായിരുന്നു കേട്ടോ. മണ്ണും കുറച്ച് വളമൊക്കെ ചേർത്തിട്ട് ഞാൻ പച്ചമുളകിൻ്റെ വിത്ത് ഉണ്ടായിരുന്നേ. അതൊന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് ഒന്ന് പുറത്തു കൊണ്ടുപോയി വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുടപ്പനും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ മാത്രം മതി. അപ്പം ഇനിയിപ്പോൾ ഉച്ചയ്ക്കത് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുത്തരിയാണ് കേട്ടോ എടുത്തത്. അല്ലാത്തപ്പോൾ വെള്ളരി ജേരിയൊക്കെയാണ് എടുക്കാറ്. ഇന്നിപ്പോൾ കുത്തരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ കറികളൊക്കെ കൂട്ടി കഴിക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചധികം തന്നെ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇതുണ്ടെങ്കിൽ പിന്നെ ആഹിലിന് വേറെ കറിയൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ കുടപ്പന ഇരുന്നുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങനെ കറിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ സ്നാക്സ് ഒക്കെ എടുത്തു വെച്ചിരുന്നത് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ കൂട്ടത്തിൽ ആലിമിനെ വിളിക്കാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ആലിമിനെ വിളിച്ചിട്ട് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമിനെയും കൊണ്ട് ഷോപ്പിൽ കയറാൻ പറ്റില്ല. അവൻ ആദ്യം തന്നെ കിൻഡർ ജോയ് എടുത്ത് കയ്യിൽ വെക്കോട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എപ്പോഴെപ്പോഴും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പോൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് അവനെയും കൂട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാം കേട്ടോ. ആഹിലുണ്ട് കേട്ടോ എൻ്റെ പുറകിൽ.
അപ്പോൾ ഞാൻ വന്ന വഴിക്ക് പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടോ. ചായ കുടിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഫുഡാണ്. അപ്പോൾ ഇന്നലെ ഉമ്മിച്ച് എനിക്ക് കപ്പ തന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കപ്പ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആഹിൽ കണ്ടപ്പോൾ തന്നെ കപ്പ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ, മസാലയൊക്കെ ഇട്ടിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുഴപ്പമില്ല കഴിക്കാമെന്ന് പറഞ്ഞു. കാര്യമായിട്ട് ഇഷ്ടമൊന്നും അല്ല കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കപ്പ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴുകിയിട്ട് ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസിൽ മാത്രം മതി. അധികം വേവില്ലാത്ത കപ്പയാണേ. വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ ഇട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ചേർത്തതിലോട്ട് ഈ കപ്പ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ. വെന്തിട്ടുണ്ട്, എന്നാലും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പുറത്ത് പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണത് ആഹിലാണ് കേട്ടോ. അങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ മതി. അധികം എരിവില്ലാണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആലിമ കഴിക്കുമെന്ന് നല്ല പേടിയുണ്ട്. കാരണം എരിവുള്ളതുകൊണ്ട് കഴിക്കില്ല. അതുകൊണ്ട് അധികം ചതച്ച മുളക് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഇതേപോലെ ചമ്മന്തിയോ അച്ചാർ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കോട്ടോ കൂട്ടത്തിൽ. എനിക്കങ്ങനെ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ കട്ടൻ ചായയും കപ്പയുടെ കോമ്പിനേഷൻ കട്ടൻ ചായയാണല്ലോ. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ആലിമ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സ്നാക്സ് ഒക്കെ കഴിച്ചാണ്. ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.